നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, മുനമ്പം എന്ന് പറയുന്ന സ്ഥലത്ത് പാവം പിടിച്ച ഹിന്ദു ക്രിസ്ത്യൻ ആളുകളുടെ വീടുകൾ 615ഓളം ആളുകളുടെ വീടും സ്ഥലവുമാണ് ഞമ്മന്റെ പടച്ചോന് വേണ്ടി ഞമ്മൻ കണ്ടെത്തിയ ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് എന്ന് പറയുന്ന, എന്നാൽ ഇന്ന് ജനങ്ങൾ ഒന്നടങ്കം ഫക്കിംഗ് എന്ന് പറയുന്ന ആ രീതിയിലുള്ള നിയമം, ആ ഫക്കിംഗ് നിയമം, ആ നിയമത്തിനെതിരെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ഇടത് വലത് MLA മാർ ഒന്നടങ്കം ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും വോട്ട് നേടി വിജയിച്ചുകൊണ്ട് നമ്മുടെ നിയമസഭയിൽ എത്തിയിട്ടുള്ള 140 MLA മാരും പിന്നെ ഇവിടുത്തെ 19 MLA മാർ, 20-ൽ 19, കാരണം ഒരാൾ സുരേഷ് ഗോപിയാണ്, തൃശ്ശൂരിന്റെ MLA ആണ്. അത്തരത്തിലുള്ള ഈ 140 MLA മാർ പ്രമേയം പാസാക്കിക്കൊണ്ട് ഞങ്ങൾ ഈ പറയുന്ന മുനമ്പം ജനതയുടെ കൂടെയല്ല, ഇസ്ലാമിക കൊടും ഭീകര നിയമമായിട്ടുള്ള വഖഫ് എന്ന് പറയുന്ന, ഇന്ന് ജനങ്ങൾ ഫക്കിംഗ് എന്ന് വിളിക്കുന്ന ഈ നിയമത്തിന്റെ കൂടെയാണെന്ന് പറഞ്ഞ് ഇവിടത്തെ ക്രിസ്ത്യൻ ഹിന്ദുക്കളുടെയൊക്കെ വോട്ട് നേടി വിജയിച്ച ഇവന്മാർ കാട്ടിയ ദുഷ്ടത്തരമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ നോക്കൂ, നിങ്ങൾ ഒരു ഫ്ലാറ്റോ ഒരു വില്ലയോ ഒരു ഭൂമിയോ ഒരു കെട്ടിടമോ എന്തോ ഒരു വസ്തു വാങ്ങുകയായിക്കോട്ടെ, ഇനി വേണ്ട വാങ്ങുക എന്ന് മാത്രം വേണ്ട, വാടകയ്ക്ക് എടുക്കുകയോ വാടകയ്ക്ക് കൊടുക്കുകയോ ആയിക്കോട്ടെ, ഇവിടെയൊക്കെ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരുപാട് അപകടങ്ങളുണ്ട്. ഇതിൽ എവിടെയെങ്കിലും ഒരു മുസൽമാൻ കടന്നു വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ബാധിക്കുന്ന, എന്നാൽ ഇത് BJP ഈ പറയുന്ന RSS NDA ഭരിക്കുന്നത് കൊണ്ട് അത് ബാധിക്കാതിരിക്കില്ല, പക്ഷെ ബാധിക്കില്ല എന്ന് തന്നെ പറയാം. കാരണം അമിത്ഷായൊക്കെ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ നിയമം ഇതിൽ അമെൻമെന്റ് കൊണ്ടുവരും, ഇവിടുത്തെ ഒരു ഹിന്ദുവിന്റെയും ഒരു ക്രിസ്ത്യാനിയുടെയും ഭൂമി തട്ടിയെടുക്കാൻ മുസ്ലിങ്ങളുടെ ഈ ഫക്കിംഗ് ആക്ടിനെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കൃത്യമായിട്ടും നിങ്ങളുടെ ഒരു ഭൂമി വിൽക്കുകയോ വാങ്ങുകയോ ഒരു ഫ്ലാറ്റോ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ എന്ത് ചെയ്യുകയാണെങ്കിലും ഇതിലൊക്കെയുള്ള അപകടം കൃത്യമായിട്ടും കാസ എന്ന് പറയുന്ന സംഘടനയുണ്ട്, വ്യത്യസ്ത ക്രൈസ്തവ സംഘടനകളുടെ അലയൻസ്, അത് തന്നെയാണ് കാസ. ഈ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കെവിൻ പീറ്ററിനെ അറിയാത്ത ആളുകളായിട്ടുണ്ടാവില്ല. നോക്കി, കെവിൻ പീറ്റർ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്, ജ്യേഷ്ഠതുല്യനായിട്ടുള്ള സുഹൃത്ത് തന്നെയാണ്. പണ്ട് മറുനാടൻ മലയാളിയിൽ ഒരു വീഡിയോ വന്നപ്പോഴാണ് സത്യത്തിൽ ഞാൻ കെവിൻ പീറ്റർ എന്ന മനുഷ്യന്റെ ആ ഉള്ളിലെ വേദന എത്രത്തോളം വലുതാണ്, അദ്ദേഹം എന്തുകൊണ്ട് ഈ കാസ എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കാനും അതിന്റെ തലപ്പത്ത് വരാനും ഉണ്ടായ സാഹചര്യങ്ങളൊക്കെ ഞാൻ വലിയ രീതിയിൽ ചിന്തിച്ചു. മറ്റൊന്നും ആയിരുന്നില്ല, അദ്ദേഹത്തിന് ആറ്റുനോറ്റുണ്ടായത് ഒരു മകൾ മാത്രമായിരുന്നു. ആ മകളെ ഒരു ഇസ്ലാമിക ഈ ഇസ്ലാമിക ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോകുന്ന പോലെ ലവ് ജിഹാദിൽ പെടുത്തിയ അദ്ദേഹത്തിന്റെ കഥയൊക്കെ കേട്ട സമയത്ത് മറുനാടൻ മലയാളിയിൽ അദ്ദേഹം അത് വിവരിച്ച് പറഞ്ഞിരുന്നു. അവസാനമാണ് അദ്ദേഹം പറയുന്നത്, ആ പെൺകുട്ടിയുടെ അച്ഛനാണ് ഞാനെന്ന് അവസാനമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ ഓഡിയോ കേട്ടിട്ടുള്ള ആളുകൾക്കൊക്കെ പെൺകുട്ടികളുള്ള, അതല്ലെങ്കിൽ മക്കളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഏതൊരു രക്ഷിതാവിനും കണ്ണീരോടെ അല്ലാതെ അതിന്റെ അവസാന ഭാഗമൊന്നും കേൾക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ആ പിതാവിനോട് ഇസ്ലാമിക ഭീകരന്മാർ ചെയ്ത കൊടും ചതി, ഏക മകളെ അടിച്ചുകൊണ്ടുപോയ ആ വഴികളൊക്കെ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിന് നാണക്കേടോ ഒന്നുമില്ല, അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞ് രംഗത്ത് വരാറുണ്ട്. ലവ് ജിഹാദിനിരയായ തന്റെ മകളെ കുറിച്ച് അദ്ദേഹം പറയാറുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് ഇരകളാക്കപ്പെട്ട നമ്മുടെ പെൺമക്കളെയൊക്കെ നമ്മൾക്കറിയാം, ക്രിസ്ത്യൻ ഹിന്ദു യുവതികളെയൊക്കെ നമ്മൾക്കറിയാം. കുഞ്ഞുനാൾ മുതൽ തന്നെ ബ്രെയിനിലേക്ക് അടിച്ചു കയറ്റപ്പെടുന്ന ഈ ഇസ്ലാമിക ഭീകരന്മാർ കാട്ടിക്കൂട്ടുന്ന ആ കൊടും ഭീകരത. എന്തായാലും ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ജനം TV-യിൽ പങ്കെടുത്ത ഒരു ചർച്ചയിലെ പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ നമ്മൾ നിങ്ങളെ കേൾപ്പിക്കുന്നത് മറ്റൊന്നുകൊണ്ടല്ല, ഇതിന് അതാത് ചാനലുകളിൽ പ്രാധാന്യം കിട്ടാതെ നമ്മുടെ കണ്ണവിടെ എത്തിപ്പെടാതിരിക്കുമ്പോൾ ഇത് മാക്സിമം ആളുകളിലേക്ക് കേൾക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ ജനത അനുഭവിക്കുന്ന ഈ പറയുന്ന ഈ ഇസ്ലാമിക ഭീകരതയുടെ ആ ദുഷ്ടതയുണ്ടല്ലോ, അതിന് ആരും പിന്തുണയില്ല, നമ്മൾ മാത്രമേ നമ്മൾക്ക് രക്ഷയുള്ളൂ എന്ന യാഥാർത്ഥ്യം RSS-ഉം BJP-യും NDA അടക്കമുള്ള രാജ്യം ഭരിക്കുന്ന പാർട്ടികൾ സംഘടനകൾ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉറക്കെ പറയേണ്ടതുണ്ട്. എന്തായാലും കാസ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെവിൻ പീറ്റർ, അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം നമുക്ക്. ഇപ്പോൾ സംസാരിച്ച പ്രിയപ്പെട്ട അദ്ദേഹത്തെ പോലുള്ളവരാണ് ശരിക്കും തെറ്റിദ്ധാരണ പടർത്തുകയും ഇരകളോടൊപ്പമാണ് എന്ന തോന്നൽ ഉണ്ടാക്കിക്കൊണ്ട് വേട്ടക്കാരനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. സത്യത്തിൽ അദ്ദേഹം പറഞ്ഞതെല്ലാം പരസ്പര വിരുദ്ധമായ കാര്യങ്ങളും അസത്യങ്ങളും അർദ്ധസത്യങ്ങളുമാണ്. ശരിക്കും ഇവര് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ മുൻപത്തെ ആ പാവങ്ങൾക്കൊപ്പമാണ്. എങ്കിൽ എന്തുകൊണ്ടാണ് ഇവര് വഖഫ് ബോർഡിനോട് അവരുടെ റവന്യൂ അവകാശങ്ങളെ തടഞ്ഞിരിക്കുന്ന ആ ഒരു ഇത് പിൻവലിക്കാൻ ആവശ്യപ്പെടാത്തത്? നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാവുന്ന ഒരു കാര്യമാണ്, ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നാൽ തീരാവുന്നതേ ഉള്ളൂ. അങ്ങനെ അതിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? അവരെ വിശ്വാസത്തിലെടുക്കണം, അവരുടെ പ്രശ്നം തീരും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? അവരുടെ റവന്യൂ അവകാശങ്ങളെ തടഞ്ഞിരിക്കുന്ന
വഖഫ് ബോർഡിന്റെ നടപടി പിൻവലിക്കാൻ കുഞ്ഞാലിക്കുട്ടി ആയാലും മറ്റ് മുസ്ലിം സംഘടനകളായാലും കോൺഗ്രസ് ആയാലും ഒക്കെ ആവശ്യപ്പെടണം. എന്താ നിങ്ങളത് ചെയ്യാത്തത്? നിങ്ങൾ ചെയ്യുന്നില്ല. അവിടെ നിങ്ങൾ ഇപ്പം അവിടുത്തെ മഹല്ല് കമ്മിറ്റിയുടെ ആളല്ലേ? ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2023 ഡിസംബറിൽ അവിടുത്തെ മഹല്ല് കമ്മിറ്റികളുടെ കോർഡിനേഷൻ അതിന്റെ ചെയർമാൻ ആയിട്ടുള്ള മുഹമ്മദ് വെട്ടത്തിന്റെ നേതൃത്വത്തിൽ പറവൂരിൽ ഒരു യോഗം കൂടിയിട്ട് വഖഫ് ബോർഡിന്റെ നിലപാടിനെ നിങ്ങളെ ആ മഹല്ല് കമ്മിറ്റികളുടെ കൂട്ടായ്മയാണ്, അതായത് ചെറായി ഭാഗത്തെയും പറവൂരെ എല്ലായിടത്തെയും മഹല്ലുകളുടെ കമ്മിറ്റികളുടെ കൂട്ടായ്മയാണ്. അത് അതിന്റെ ചെയർമാൻ മുഹമ്മദ് വെട്ടത്താണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് യോഗം കൂടിയിട്ട് ഈ വഖഫ് ബോർഡിന്റെ ഇവരെ കുടിയിറക്കാനുള്ള നിലപാടുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അവിടെ വന്നിരുന്ന് പറയുന്നു ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. ഇപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത്. നിങ്ങൾ കാണിക്കുന്നതെല്ലാം തഖിയ എന്ന് പറയുന്ന പരിപാടിയാണ്. ഇപ്പൊ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, കത്ത് കൊടുത്തത് ആർക്കൊക്കെയാണെന്ന് ചോദിക്കുന്നത്. കത്തോ പ്രേമലേഖനോ അല്ലല്ലോ കൊടുത്തത്. നിങ്ങള് റവന്യൂ അവകാശം തടഞ്ഞിരിക്കുന്ന റിസോർട്ടുകാരുടെ മാത്രമാണോ? അല്ലല്ലോ. അവിടെ 3 സെന്റ് ഉള്ളവന്റെയും 5 സെന്റ് ഉള്ളവന്റെയും റവന്യൂ അവകാശങ്ങൾ തടഞ്ഞിട്ടില്ലേ? അവരുടെ കരം സ്വീകരിക്കാതിരിക്കാം, അവർക്ക് ലോണ് കിട്ടാതിരിക്കാനുള്ള വകുപ്പ് ഒപ്പിക്കുക, ഇതെല്ലാം നിങ്ങൾ എല്ലാവരുടെയും ഒരേപോലെ അല്ലേ ചെയ്തിരിക്കുന്നത്? പിന്നെ കത്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആളെ പറ്റിക്കാനല്ലേ ആ ചോദ്യം ചോദിക്കുന്നത്? നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ പേരിന് റിസോർട്ടുകാർക്കോ ആർക്കെങ്കിലും ഒക്കെ കത്ത് കൊടുത്തിട്ടുണ്ടാവും. ഈ റിസോർട്ടൊന്നും ചുമ്മാ പൊട്ടിമുളച്ച് വന്നൊന്നുമല്ലല്ലോ, അവര് കയ്യേറി ഒന്നും ചെയ്തൊന്നുമല്ലല്ലോ. അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ അവര് കാശ് കൊടുത്ത് വാങ്ങി അത് ഇവിടുത്തെ സർക്കാർ തന്നെയല്ലേ രജിസ്റ്റർ ചെയ്ത് കൊടുത്തത്. റിസോർട്ടിന് ലൈസൻസ് കൊടുത്തതും ആ കെട്ടിടം പണിയാൻ അനുമതി കൊടുത്തതും ഇവിടുത്തെ സർക്കാർ തന്നെയല്ലേ. അപ്പൊ അവർക്ക് നിങ്ങൾ വ്യക്തത വരുത്തണം. ഇപ്പൊ അദ്ദേഹം ഞാൻ 610 കുടുംബങ്ങളുടെ കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ അത്രയൊന്നും ഇല്ല, 200 സംതിങ് പറഞ്ഞിരിക്കുന്നത്. അതിലൊരു വ്യക്തത ഒരിക്കലുമല്ല 600-നടുത്ത് കുടുംബങ്ങളുണ്ട്, ഈ പറയുന്ന കുടുംബങ്ങളുണ്ട്. പിന്നെ ഇവര് വർഗീയതയുടെ കാര്യം പറയുന്നു. വർഗീയതയുടെ കാര്യം പറയുന്നത് അവിടെ 200-നടുത്ത് ഹിന്ദു കുടുംബങ്ങളുണ്ട്. അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മാത്രമാണ് ആ പ്രശ്നം നേരിടുന്നത്. ഹിന്ദു കുടുംബങ്ങളുടെ കാര്യം കൂടെ അവിടുത്തെ രൂപത വൈദികരും ബാക്കിയുള്ളവരും കൂടെ നോക്കണമെന്ന് നിങ്ങൾ പറയുന്നതിന് എന്താ അർത്ഥം? ഹിന്ദു ആളുകളുടെ വിഷയം പരിഹരിത്തിൽ ഇടപെടാനായിട്ട് പക്ഷെ അവിടെ വരുന്ന ഒരു ഹിന്ദു സംഘടന പോലും മതം തിരിച്ച് ഇടപെട്ടിട്ടില്ല. അവിടുത്തെ ആ വിഷയം നേരിടുന്ന എല്ലാ ജനങ്ങളെയും ഒരേപോലെ കണ്ടുകൊണ്ടാണ് ഇതുവരെ പെരുമാറിയിരിക്കുന്നത്. അപ്പം ഹിന്ദുക്കളുടെ വിഷയമുണ്ട്. അവിടെ 200ഓളം ഹിന്ദു കുടുംബങ്ങളുണ്ട്. അപ്പൊ അവിടെ ശശികല ടീച്ചറോ കുമ്മനം രാജശേഖരനോ വരുന്നത് നിങ്ങൾ അതിനെ വർഗീയമായിട്ട് കാണേണ്ട ആവശ്യം എന്താ? അത് വളരെ തെറ്റാണ്. പക്ഷെ ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്, ഇവരെല്ലാവരും പറയാൻ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. ആദ്യത്തെ മുനമ്പം വിഷയത്തിലെ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് അത് ഈ ഇപ്പൊ വഖഫ് സംരക്ഷണ സമിതി കൊടുത്തൊരു കേസല്ലല്ലോ. മുനമ്പത്തെ ഇപ്പോഴുണ്ടായിരുന്ന ഭൂസംരക്ഷണ സമിതിക്ക് മുമ്പ് വേറൊരു സമിതി ഉണ്ടായിരുന്നു, കുടിയാൻ സംഘം എന്ന് പറഞ്ഞിട്ട്. കുടിയാൻ സംഘം, ആ കുടിയാൻ സംഘവും ഫറൂഖ് കോളേജിലും തമ്മിലാണ് ആദ്യത്തെ കേസ്. അത് നിങ്ങൾ ആരും പറയുന്നില്ലല്ലോ. അതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരാൾ പോലും മിണ്ടുന്നില്ലല്ലോ. എന്താ കാര്യം? 75-ലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു വിധിയുണ്ട്. ആ പ്രോപ്പർട്ടി വഖഫിന്റെ ആണ്, അല്ല വഖഫിന്റെ അല്ല, ഫറൂഖ് കോളേജിന്റെ ആണ്. ഫറൂഖ് കോളേജിന്റെ പ്രോപ്പർട്ടി ആണ്. അത് ഗിഫ്റ്റ് ഡീഡായി കിട്ടിയ, ഗിഫ്റ്റ് ഡീഡിൻ പ്രകാരം ഫറൂഖ് കോളേജിന് കിട്ടിയ ഭൂമിയാണെന്ന് ഫറൂഖ് കോളേജിന്റെ ആണെന്ന് പറയുന്നുണ്ട്. അല്ലാതെ അന്ന് 75-ലെ വിധിയിൽ അത് വഖഫിന്റെ ഭൂമിയാണെന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ബോധപൂർവം 75-ലെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയെ നിങ്ങൾ മറച്ചു വെക്കുകയാണ് അല്ലെ? അപ്പൊ അന്ന് പറഞ്ഞിരുന്നത് ഇത് ഫറൂഖ് കോളേജിന്റെ ഭൂമിയാണെന്നാണ്. നിസാർ കമ്മീഷന് മുമ്പിലും ഫറൂഖ് കോളേജിന്റെ പ്രതിനിധികൾ പറഞ്ഞത് ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്നാണ്, അല്ലാതെ വഖഫിന്റെ ആണെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോ ഓരോ സ്ഥലത്തും ഇപ്പം ശങ്കുജി ദാസ് പറഞ്ഞ പോലെ കണ്ണായ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വില കൂടി വരുമ്പോൾ അതൊക്കെ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം പ്രവണതകൾ കാണിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പാടുന്നതല്ല. ഇപ്പൊ തന്നെ തുടക്കത്തിൽ ഈ ചർച്ചകളൊക്കെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നത് 9 ലക്ഷം ഏക്കറിന്റെ കണക്കായിരുന്നു. ഇപ്പൊ 38 ലക്ഷത്തിലേക്ക് എത്തി. എന്തുകൊണ്ടാണ് വാംസി എന്ന് പറയുന്ന വഖഫ് ബോർഡിന്റെ സൈറ്റ് നിങ്ങൾ ഡൗൺ ചെയ്തത്? എന്തുകൊണ്ടാണ്? ആ സൈറ്റിന്റെ വിവരം പുറത്തു വന്നപ്പോൾ ആ സൈറ്റിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഡിസ്ട്രിക്ട് തിരിച്ചുള്ള കണക്കുകൾ, ഓരോ ഡിസ്ട്രിക്റ്റിലെയും ഓരോ പ്രോപ്പർട്ടിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതാത് പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതെല്ലാം വന്നപ്പോൾ ആളുകൾ ഓരോ സ്ഥലങ്ങളും തിരയാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ആ സൈറ്റ് മനഃപൂർവ്വം ഡൗൺ ആക്കി അല്ലെ? എന്തുകൊണ്ടാണ്? പൊതുജനം അറിയാതിരിക്കാൻ. അങ്ങനെ അറിഞ്ഞത് കൊണ്ടല്ലേ പല സംഭവങ്ങളും ഇപ്പം ചെല്ലാനത്തുണ്ടെന്നും ഇരാറ്റുപേട്ടയിലുണ്ടെന്നും വൈക്കത്തുണ്ടെന്നും ഒക്കെ ഇങ്ങനെ കൽപ്പാത്തയിലുണ്ടെന്നും ഒക്കെ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അവകാശബോധം ഉന്നയിക്കുക? ഇങ്ങനെ വെച്ച് നോക്കിയാൽ കാടും പുഴകളും എല്ലാം കടന്നാൽ കുറച്ച് ഭൂമി മാത്രമേ മറ്റുള്ളവർക്ക് ഉണ്ടാവൂ, ബാക്കിയുള്ളവരെല്ലാം വനത്തിലേക്ക് ചേക്കേറേണ്ടതായിട്ട് വരും. എന്തൊരു ഇതാണിത്? ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾ കാണിക്കുന്നത്
ഇവിടെ 47 ഒരു നിലവിലെ ഒരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിലവിലെ തൽസ്ഥിതി തുടരട്ടെ എന്നാണ് പറഞ്ഞത്. അതായത് ക്ഷേത്രങ്ങൾ കയ്യേറി മുസ്ലിം മോസ്കുകൾ ഉണ്ടാക്കിയതിന് അതേപോലെ തുടരട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം നെഹ്റു ആണ് ഈ ഉണ്ടാക്കി വെച്ചത് മുമ്പ് ചെയ്തിട്ടുള്ള വഖഫ് ഭൂമികൾക്ക് ഏറ്റെടുക്കാം, ഒരു കൂട്ടർക്ക് മാത്രം, മുസ്ലിം സമുദായത്തിന് മാത്രം അവകാശവാദം ഉന്നയിക്കാം എന്നൊരു ഏകപക്ഷീയമായ ഒരു സാധനം ഉണ്ടാക്കി വെച്ചു അല്ലെ. ഇവിടെ മുഹമ്മദീൻ ഗോറി വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് മുഗളന്മാർ വരുന്നതിന് മുമ്പ് ഈ ഭൂമിയൊക്കെ ആരുടേതായിരുന്നു? ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരായിരുന്നില്ലേ, ഹൈന്ദവ രാജാക്കന്മാരുടെ ആയിരുന്നില്ലേ? അവരുടെ എങ്ങനെ വന്നാലും അവരുടെ പിന്തുടർന്നക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ല ഇവിടെ. അതുപോലെ തന്നെയല്ലേ ശ്രീധരനാൾ മഹാരാജാവ് കൊടുത്ത ഭൂമിക്ക് എങ്ങനെയാണ് ഇടപ്പള്ളി സർവേസാർ ഓഫീസിൽ തീരാധാരം ഉണ്ടാകുന്നത്? അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? തിരുവിതാംകൂർ നാട്ടുരാജ്യം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് രാജ്യത്തിന്റെ സ്വത്തായിട്ട് മാറിയില്ലേ? പിന്നെ എങ്ങനെയാണ് സ്റ്റേറ്റിന്റെ കയ്യിൽ വരുന്നത്? അപ്പൊ ആ രേഖകളും പരിശോധിക്കണം. പഴയ ആ തീരാധാരത്തിന്റെ കോപ്പിയും ഇവിടെ ചർച്ച ചെയ്യപ്പെടണം. ആ രേഖകളും പുറത്തു വരണം. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരേപോലെ, നിങ്ങൾ ഇരയ്ക്കും വേട്ടക്കാരനും ഒപ്പം ഒരേപോലെ ഇരയ്ക്കൊപ്പമാണെന്നുള്ള ഇത് കാണിച്ചുകൊണ്ട് നിങ്ങൾ വേട്ടക്കാരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇപ്പോഴും നിങ്ങൾ ഒരാളെങ്കിലും പറഞ്ഞോ നമ്മൾക്ക് ഇത് ചർച്ചയിലൂടെ പരിഹരിക്കാം, അല്ലെങ്കിൽ നിയമപരമായി നമുക്ക് പരിഹരിക്കാം? ആ പരിഹരിക്കുന്നത് വരെ അവരുടെ ആ റവന്യൂ അവകാശങ്ങൾ തടഞ്ഞ നടപടി വഖഫ് ബോർഡ് പിൻവലിക്കണം എന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന ആവശ്യപ്പെട്ടു? കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു? മറ്റേതെങ്കിലും മത പണ്ഡിതർ ആവശ്യപ്പെട്ടു? അവിടെ സന്ദർശിച്ചവർ ആരെങ്കിലും ആവശ്യപ്പെട്ടു? എല്ലാരും പറയുന്നത് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, കുടിയിറങ്ങേണ്ടി വരില്ല. അവിടെ തന്നെ ആ ഭൂമിയിൽ തന്നെ ഇപ്പോൾ ഒരു അറിവ് കിട്ടിയ പ്രകാരമാണെങ്കിൽ അതിന്റെ ഇടയിൽ 3, 4, 5 സെന്റിന് താഴേക്കുള്ളവർക്കൊക്കെ കൊടുത്ത് NOC കൊടുത്തുകൊണ്ട് അവിടെ തന്നെ 2 രീതിയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്താൻ പോകുന്നത്. ഇവിടെ ഏകദേശം 22-ാം തീയതി എടുക്കാനുള്ള തീരുമാനങ്ങളൊക്കെ നേരത്തെ എടുത്തു വെച്ച് കഴിഞ്ഞു. ആ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞിട്ട് വേണം അത് പുറത്തേക്ക് വിടാനായിട്ട്. വിട്ടുകഴിഞ്ഞാൽ ആളുകളുടെ പണി മേടിക്കുന്നുള്ളത് അറിയാം. അപ്പം ഈ കാണിക്കുന്നത് ഇദ്ദേഹത്തെ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹം പറയുന്നതെല്ലാം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അത് അവിടുത്തെ ഭൂമി എങ്ങനെ വഖഫാവുന്നത്? ഇപ്പൊ ശങ്കുട്ടിദാസ് അതിന്റെ പ്രാമാണികമായ കാര്യം പറഞ്ഞു, ഹാരിഫ് ഹുസൈൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രീധരനാൾ മഹാരാജാവിന്റെ ഭൂമി ഇവിടെ പാട്ടത്തിന് കിട്ടിയ ഭൂമി എങ്ങനെയാണ്? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം തമിഴ്നാടിന്റെ ആണല്ലോ, അതും പാട്ടത്തിന് കൊടുത്തതല്ലേ? എന്ത് അവകാശമുണ്ട്? അത് ഇന്ത്യൻ സ്വാതന്ത്ര്യമായതിനു ശേഷം അത് പാടില്ലായിരുന്നെങ്കിൽ പോലും പാട്ടക്കരാർ പുതുക്കുകയല്ലേ ഉണ്ടായത്. ഇവിടെ സ്റ്റേറ്റും ഇന്ത്യ ഗവൺമെന്റുമായിട്ട് എന്തെങ്കിലും ഡീൽ ഉണ്ടായിട്ടുണ്ടോ? ആ കരാർ പുതുക്കുന്നത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോ തനിക്ക് വാടകയ്ക്ക് ലഭിച്ച ഒരു വസ്തു അത് മറിച്ച് തന്റെ പിൻഗാമികൾക്ക് കൊടുക്കുകയും പിൻഗാമികൾ അത് വിൽക്കാമെന്നൊരു കണ്ടീഷനോട് ഈ ഫറൂഖ് കോളേജിന് കൊടുക്കുകയാണെന്നുണ്ടായത്. ഇത് തന്നെയാണ് ഈ ഭൂമി ഇവിടെ ഇന്ത്യയിൽ വർദ്ധിക്കാനുണ്ടായ കാരണം. കീഴടക്കിയ ഭൂമിയെല്ലാം പിന്നീട് തങ്ങളുടേതാണ്, തങ്ങളുടെ ദൈവത്തിന് തങ്ങൾ വഖഫായി കൊടുത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് അത് എടുക്കുക. ഇപ്പോഴാണെങ്കിലും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ചിന്തിക്കാത്ത പല പരിണിത ഫലങ്ങൾ ഇത് ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ? ഇനി ഇതിന്റെയൊക്കെ ഒരു പരിസമാപ്തി ഉണ്ടാകുന്നത് വരെ വ്യക്തമായ ഒരു നല്ല നിയമ ഭേദഗതിയിലൂടെ ഇവരുടെ ഈ അനീതിയെ തടയിടാത്തടത്തോളം കാലം വിശ്വസിച്ച് ഒരാൾക്ക് ഒരു മുസ്ലിം ബിൽഡറുടെ കയ്യിൽ നിന്ന് ഒരു ഫ്ലാറ്റോ ഒരു വില്ലയോ വാങ്ങാൻ സാധിക്കില്ല, ഒരു ഭൂമി പോലും വാങ്ങാൻ സാധിക്കില്ല. എങ്ങനെയായിരിക്കും ഓരോരുത്തരുടെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും ലോണും എല്ലാം എടുത്തുകൊണ്ടാണ് ഒരു വീട് മേടിക്കുന്നത്. അത് വീട് മേടിച്ച് അവിടെ മനസ്സമാധാനമായിട്ട് ജീവിച്ചു കഴിയുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ മകളുടെ വിവാഹത്തിനോ അല്ലെങ്കിൽ പഠനത്തിനോ ഒക്കെ ആയിട്ട് ഒരു ബാങ്കിനെ സമീപിക്കുന്നതായിരിക്കും നിങ്ങളുടെ പോയിട്ട് NOC മേടിച്ചിട്ട് വരാൻ പറയും. എന്തില്ലേ KSFE പോലും, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പോലും, കേരള സർക്കാരിന് കീഴിലുള്ള ധനകാര്യ സ്ഥാപനം പോലും നാഷണലൈസ്ഡ് ഷെഡ്യൂൾഡ് ബാങ്ക്സ് പോലും ഇപ്പൊ വഖഫിന്റെ NOC ആവശ്യപ്പെട്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഇനി ആരും ഇതുപോലുള്ള ബിൽഡർമാരെ മുസ്ലിം സമുദായത്തിൽ ബിൽഡർമാരെ കയ്യിൽ നിന്ന് ഇതുപോലുള്ള കെട്ടിടങ്ങളായാലും ഭൂമികളായാലും വാങ്ങുവാൻ പഠിക്കും. അതുപോലെ തന്നെ ഈ വാടകയ്ക്ക് എടുക്കുന്ന സ്ഥലം പോലും നാളെ വഖഫായിട്ട് കൊടുക്കും എന്നുള്ളത് ഭയമുള്ളതുകൊണ്ട് അത് വാടകയ്ക്ക് കൊടുക്കാനും മടിയുണ്ടാവും. അപ്പൊ നിങ്ങൾ ആവശ്യമില്ലാത്ത ഇത്തരം പ്രവൃത്തികളിലൂടെ നിങ്ങൾ പൊതുസമൂഹത്തിൽ സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്ന, മനസമാനത്തോടെ ജീവിക്കുന്ന ആളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ വഖഫ് ബോർഡിനോട് ആദ്യം നിങ്ങൾ ആവശ്യപ്പെടും, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ അല്പമെങ്കിലും മാന്യതയും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ വഖഫ് ബോർഡിനോട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വരെ നിങ്ങൾ അവരുടെ അവകാശങ്ങൾ തടഞ്ഞിരിക്കുന്നത് പിൻവലിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. എന്താ ചെയ്യാത്തത്? അതാദ്യം ചെയ്യും. വഖഫ് ബോർഡിന്റെ പ്രതിനിധികൾ
നോക്കൂ, ഇതിലധികം എന്താണ് പറയേണ്ടത്? ഇവിടെ ശാന്തിയോടെയും സമാധാനത്തോടെയും കഴിഞ്ഞിരുന്ന ഒരു ജനവിഭാഗം, ആ ജനവിഭാഗത്തിന്റെ ഇടയിൽ ഈ വഖഫ് എന്ന് പറയുന്ന ഒരു ഫക്കിംഗ് ആക്ടിന്റെ പേരിൽ കൊണ്ടുവന്നിട്ടുള്ള ഇവിടുത്തെ ഈ ഒരു ജനങ്ങൾക്കിടയിലുള്ള വർഗീയ ധ്രുവീകരണം അള്ളാന്റെ പേരിൽ എന്ന് പറഞ്ഞു. ഇവിടെ ആലോചിച്ച് നോക്കൂ, ഈ എല്ലാവിധ മുസ്ലിങ്ങളും ശരിക്കും രംഗത്ത് വന്നുകൊണ്ട് സത്യത്തിൽ ഈ വഖഫ് എന്ന് പറയുന്ന ഈ ദുഷ്ടത്തരം ഞങ്ങൾക്ക് വേണ്ട, അതല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിന്റെ പേരിൽ വേണ്ട, ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്ന അള്ളാഹുവിന്റെ പേരിൽ വേണ്ട എന്ന് പറയേണ്ടവർ ഇവിടത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സഹോദരങ്ങളല്ലേ? എന്തുകൊണ്ട് ഇവരാരും അനങ്ങാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെയാണ് ഇവിടെ നല്ല മുസ്ലിങ്ങൾ ചീത്ത മുസ്ലിങ്ങൾ എന്ന് മേനി നടിച്ച് നടക്കുന്ന ആളുകളുടെ മനസ്സിലും ഒരു പക്ഷേ ഈ വഖഫിന്റെ ഭൂമിയായിട്ട് ഈ ഭാരതം മുഴുവൻ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം, ഈ ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇവിടെ കണ്ടം വഴി ഓടുന്നത് അവന്റെയൊക്കെ ആ ഒരു വേദന കണ്ടാൽ കൊള്ളാമെന്ന് ഇവരും ആഗ്രഹിക്കുന്നെന്ന് ഒരു സാധാരണക്കാരൻ ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കുറ്റപ്പെടുത്താനാവുക? ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുള്ള മുസ്ലിങ്ങൾ ഇവൻ ഹിന്ദുവും ക്രിസ്ത്യാനിയും എന്റെ സഹോദരങ്ങളാണ്, ഞങ്ങൾ ഏക സഹോദരങ്ങളായി ജീവിക്കുന്നതെന്നൊക്കെ വലിയ വായിൽ ഇങ്ങോട്ട് വിടുവായിത്തം പറയാറുണ്ടല്ലോ. എന്നിട്ട് എന്തേ ഇവിടുത്തെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ഭൂമി അള്ളാഹുവിന്റെ പടച്ച തമ്പുരാൻ, നിങ്ങളുടെ പടച്ച തമ്പുരാൻ അള്ളാഹുവിന്റെ പേരിൽ ഈ വഖഫ് ചെയ്തിട്ടുണ്ട്, ഈ ഭൂമിയെല്ലാം അള്ളാഹുവിന്റെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വഖഫ് ബോർഡ് ഈ നിയമം വരുന്ന സമയത്ത് അതിവിടെ പാടില്ല. ഈ അള്ളാഹുവിന്റെ, ഞാൻ വിശ്വസിക്കുന്ന അള്ളാഹുവിന്റെ പേരിൽ ഇങ്ങനെ പാവങ്ങളുടെ കണ്ണീർ വീഴ്ത്തരുത്, പാവങ്ങളുടെ സ്വത്തുവകകൾ ഈ പറയുന്ന കള്ള ഈ രീതികളിലൂടെ തട്ടിയെടുക്കരുത്, ആ പാവങ്ങളുടെ കണ്ണീര് ഈ പറയുന്ന പടച്ചവന്റെ പേരിൽ വീഴ്ത്തരുതെന്ന് ഏതെങ്കിലും മുസ്ലിം പറയുന്നുണ്ടോ? ആ പറയുന്ന മുസ്ലിങ്ങൾ രംഗത്ത് വന്നുകൊണ്ട് ഇതിനെതിരെ പടപൊരുതാൻ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും കൂടെ നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മൾക്ക് കാണാനുള്ള അവസരം വന്നാൽ മാത്രമേ ഈ നാട്ടിൽ ഈ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും നിങ്ങൾ സഹോദരങ്ങളായിട്ട് കാണുന്നു എന്നുള്ള നിങ്ങളുടെ വാക്ക് വിശ്വസിക്കാനാവൂ എന്ന് ഓരോ ആളുകളും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് 22-ാം തീയതി എന്തോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. നമുക്ക് ആലോചിച്ച് നോക്കൂ, ഈ 615 വരുന്ന കുടുംബങ്ങൾക്ക് ഒരു ലോൺ എടുക്കാനോ അവരുടെ ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കാനോ വാങ്ങാനോ ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് ഇത് വഖഫ് ഭൂമിയാണെന്ന് വില്ലേജിലുണ്ട്, അതുകൊണ്ട് നിനക്ക് ഈ ഭൂമി ഒന്നും ചെയ്യാനാവില്ല, ഒരു ലോൺ പോലും എടുക്കാനാവില്ല, നിനക്ക് NOC കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വഖഫ് എന്ന് പറയുന്ന ഈ ഫക്കിംഗ് ആക്ടിന് കീഴിലുള്ള ആളുകളുണ്ടല്ലോ, സുഡാപ്പികളുണ്ടല്ലോ, ഈ സുഡാപ്പികൾ നൽകുന്ന NOC വാങ്ങണം എന്ന് പറയുമ്പോൾ നാളെ എനിക്കും നിനക്കും വന്നു ചേരുമ്പോൾ മാത്രമേ ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇതിന്റെ ആ ഒരു തീക്ഷ്ണത അനുഭവിക്കുകയുള്ളൂ എന്ന അവസ്ഥ മാറേണ്ട കാലമായിരിക്കുന്നു. എന്തായാലും കേന്ദ്രത്തിൽ BJP അതല്ലെങ്കിൽ NDA ഭരിക്കുന്നിടത്തോളം കാലം, അതിന്റെ മാതൃസംഘടന RSS ആയിടത്തോളം കാലം ഒരിക്കലും ഈ ഫക്കിംഗ് ആക്ട്, ഈ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ചാച്ചാജി അല്ല, അയാൾ വെറും ചെരച്ചാജി ആണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. M.O. മത്തായിയുടെ ജീവിത ശാസ്ത്രം, അതല്ല അദ്ദേഹത്തിന്റെ ജീവചരിത്രമുണ്ടല്ലോ, ജീവിത ചരിത്രത്തെ ആസ്പദമാക്കി അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തെ അടിസ്ഥാനമാക്കി ഒരു സിനിമ ഇവിടെ ഇറങ്ങേണ്ടതിന്റെ അടിസ്ഥാന ലക്ഷ്യം ഇതുകൂടി ആകേണ്ടതുണ്ട്. കാരണം ഇവിടെ ഈ നെഹ്റു എന്ന് പറയുന്ന ചാച്ചാജി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം നമ്മുടെ മക്കളെയൊക്കെ ഈ നെഹ്റുവിന്റെ വേഷം കെട്ടിച്ചുകൊണ്ട് ഇവിടെ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഈ ചാച്ചാജി എന്നാൽ ഇന്ന് സമൂഹം എന്താണ്, ഇവൻ ചാച്ചാജി അല്ല, ചെരച്ചാജിയാണ്, ബ്രിട്ടീഷുകാർക്ക് ചെരച്ചു നൽകിയവനാണ് എന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ഈ സാഹചര്യത്തിൽ ഇവിടുത്തെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന, അതും പടച്ചതമ്പുരാൻ അള്ളാഹുവിന്റെ പേരിൽ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഇതിനെതിരെ ഇനി ഓരോ ഹിന്ദുവും ഭൂമി വാങ്ങുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് തന്നെ വാങ്ങേണ്ടതുണ്ട് എന്ന വലിയ സന്ദേശം നൽകുന്ന കെവിൻ പീറ്ററിന്റെ ഈ വാക്കുകൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.